മീനും അപ്പവും ഒളിച്ചും പത്തും കളിക്കുകയാണ്. ഇനി അപ്പുവിന്റെ അവസരമാണ് ഒളിക്കാൻ. മീനു എണ്ണിക്കഴിയുന്നതിന് മുമ്പ് അപ്പു എവിടെയെങ്കിലും ഒളിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഞാൻ കണ്ണു തുറക്കാനേ. അപ്പു എവിടെയാണ് ഒളിച്ചതെന്ന് ഇനി മീനു കണ്ടുപിടിക്കണം. മീനു അപ്പുവിനെ കണ്ടുപിടിച്ചു. അപ്പു ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി മീനുവിന്റെ അവസരമാണ് ഒളിക്കാൻ. ഞാൻ സഹായിക്കാം അപ്പു എണ്ണാൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ശരി അപ്പു, കണ്ണു തുറന്നോളൂ. മീനു എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് ഇനി അപ്പു കണ്ടുപിടിക്കണം. മീനു ടേബിളിന്റെ അടിയിൽ ഒളിച്ചിട്ടില്ല. അപ്പോ നീ മുകളിൽ നോക്ക്. മീനു കട്ടിലിന്റെ അടിയിലും ഇല്ലല്ലോ. അതെന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? മീനു കർട്ടന്റെ അടിയിലുമില്ല. മീനു വാതിലിന്റെ അടിയിലും ഇല്ലല്ലോ. ആ ശബ്ദം വീണ്ടും കേൾക്കുന്നുണ്ടല്ലോ. അതെന്തായിരിക്കും? മീനു എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് അപ്പു കണ്ടുപിടിച്ചു. നമുക്ക് അപ്പുവിനും ഒരവസരം കൊടുക്കാം. ഇപ്രാവശ്യം അവൻ നന്നായി വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 1, 2, 3, 4. അയ്യോ കഷ്ടം, മീനു അപ്പുവിനെ കണ്ടുപിടിക്കും. 7, അപ്പു ഇങ്ങോട്ട് വാ. 9, 10. ഞാൻ കണ്ണു തുറക്കാനേ. അപ്പു ഇവിടെ ഇല്ലല്ലോ. അപ്പു എപ്പോഴും ടേബിളിന്റെ അടിയിലല്ലോ ഒളിക്കാറ്. മീനു നീ മുകളിൽ നോക്കുന്നുണ്ടോ? എനിക്കറിയാം അവൻ എവിടെയാന്ന്. ടോയ് ബോക്സിൽ ഉണ്ടാവും. അപ്പു ടോയ് ബോക്സിലും ഇല്ല. അവൻ എവിടെയായിരിക്കും? മീനുവിന് അപ്പുവിനെ ഒരിടത്തും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പു എവിടെയാന്ന് കണ്ടെത്താനായില്ല ഡാഡി. ഓ, അവൻ എവിടെയായിരിക്കും? അപ്പുവിനെ കുറിച്ച് എന്തൊക്കെയോ ന്യൂസ് പേപ്പറിലുണ്ട്. ഓ, അത് ഒളിക്കാൻ നല്ലൊരു സ്ഥലമായിരുന്നു. അപ്പു മുഴുവൻ സമയവും ഡാഡിയുടെ പേപ്പറിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു.